Hi friends, welcome back to my YouTube channel. Well, it's me Ashwin. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ടാൽ അതെങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളത് സൈലൻ്റ് ആക്കി എവിടെയെങ്കിലും മറന്നു വെച്ചാൽ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറിൽ പോയിട്ട് ഫൈൻഡ് മൈ ഫോൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കിട്ടുന്ന സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ മിസ്സിംഗ് ആയിട്ടുള്ള ഫോൺ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ നഷ്ടപ്പെട്ടൊരു ഫോൺ കണ്ടുപിടിക്കുക എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന മൊബൈലിലുള്ള ഗൂഗിൾ അക്കൗണ്ടുകളാണ്. രണ്ടാമത്തെ ഓപ്ഷൻ സൈൻ ഇൻ ആസ് ഗസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈലിലുള്ള ജിമെയിൽ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ആ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിലെ ജിമെയിൽ ഐ ഡി വെച്ചുകൊണ്ട് ഇവിടെ സൈൻ ഇൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആ മൊബൈൽ ഫോണിലെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ കൂടാതെ ആ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷനും ഇവിടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും: പ്ലേ സൗണ്ട്, സെക്യൂർ ഡിവൈസ്, ഇറേസ് ഡിവൈസ്. അപ്പോൾ പ്ലേ സൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ റിംഗ് ആകും. അപ്പോൾ സൈലൻറ്റിലാണെങ്കിൽ കൂടിയും നമ്മുടെ ആ മൊബൈൽ ഫോൺ റിംഗ് ആവുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ എവിടെയെങ്കിലും നമ്മളിപ്പോൾ മറന്നു വെച്ചതാണെങ്കിലൊക്കെ നമുക്ക് ആ ശബ്ദം കേട്ടിട്ട് മൊബൈൽ ഫോണ് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈൽ. അപ്പോൾ ഇതിപ്പോൾ മേലെ സൈലൻറ്റിലാണുള്ളത്. അപ്പോൾ ഇനി ഇവിടെ പ്ലേ സൗണ്ട് എന്ന് അടിച്ചാൽ ഇവിടെ പ്ലേ ആവും. ഇതിൽ നമ്മളെ ലൊക്കേഷന് കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ രണ്ടാമതായി സെക്യൂർ ഡിവൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്നാമതായി ലോക്ക് സ്ക്രീൻ മെസ്സേജ്, രണ്ടാമതായി ഫോൺ നമ്പർ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറോ ഒക്കെ ഇതിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിൽ ലോക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനായ ഇറേസ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിലെ മൊബൈൽ ഡാറ്റ ഓൺ ആയിരിക്കണം. നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിരക്കുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ പരമാവധി മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയിടാൻ ശ്രദ്ധിക്കുക. എന്നാൽ നഷ്ടപ്പെട്ടാലും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. താഴെയുള്ള റെഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ സന്തോഷമായി. അപ്പോൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.